സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ സാൻ ആൻഡ്രിയാസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട്. ഗൈസ് നമ്മുടെ സി ജെക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെയും നമ്മുടെ സി ജെനെ ഒന്ന് മോഡ് വെച്ച് ഇത്തിരി കൂടെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മോഡിന് പ്രത്യേകത ഉണ്ട് ഗൈസ്. അല്ല, പ്രത്യേകത ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ കട്ട് സീൻ വരാൻ നേരത്ത് നമ്മുടെ സി ജെക്ക് സൗണ്ട് ഇല്ല. അല്ല, സൗണ്ട് ഉണ്ട്, സംസാരിക്കത്തില്ല, വാ പൊളിയണില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് ഈ ടെസ്റ്ററിൻ്റെ കുഴപ്പമായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് കഴിഞ്ഞ നമ്മൾ നിർത്തിയത് എനിക്ക് തോന്നുന്നു റൈഡറായിട്ട് ഒരു മിഷന് പോയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായ ഭാഗമാണ് നമ്മളിന്ന് കളിക്കുന്നത്. കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. ഇന്നലെ നമ്മൾ കളിച്ചിരുന്നത് എൻഡ്ലെസ് നൈറ്റ്മെയർ ആയിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം പാർട്ട് 2 അടുത്ത വീഡിയോ ആയിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ GTA സാൻ ആൻഡ്രിയാസ് തന്നെ നമ്മൾ കളിക്കും, എന്നിട്ടേ അതിലെത്തുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മിഷൻ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോകണം. സോ ഗൈസ്, ഇപ്പോൾ നൈറ്റാണ്. നമുക്ക് തൽക്കാലം റൈഡറിൻ്റെ മിഷൻ തന്നെ ചെയ്യാം ഗൈസ്. റൈഡറിൻ്റെ അടുത്തേക്ക് പോകണം. Man, who you calling boy, fool? Well, what should I call you? Midget? How about prick? Prick. Yeah, prick works. Man, fuck you. Bitch, get out of here. Smells good. What's cooking? Where's mine? Man, just chill out, alright? Ooh. Yeah. Sweat. My wife loves this stuff, man. Anyway, there's a train gonna make an unscheduled stop just down the way. Just got a, how you say, little something on board for you, boy. Square business, man. Catch you later, homeboys. Asshole. Oh, Carl. Try not to kill any more respected police officers. Please. Crime has certainly gone up since you got back, kid. Just doing my part for the community. Your train's gonna be there at 5. ഗൈസ്, പുള്ളിക്കാരൻ വന്ന് നമുക്ക് കുറേ ഊക്ക് വന്നിട്ട് പോയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ആയിട്ട് ട്രെയിൻ എന്താണ് നിർത്തിയിട്ടിട്ടിരിക്കുകയാണ്. അത് ഗ്യാങ്സ് എല്ലാം കൂടെ പിടിച്ച് വെച്ച് ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ആ ട്രെയിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഗ്യാങ്ങിന്. ഇപ്പോൾ ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിന് വേണ്ട കുറേ ഐറ്റംസ് അതിനകത്തുണ്ട്. അതായത് ഗണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോയി എടുക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ഗൺ ഫൈറ്റ് ഉണ്ടാവും. കുറേ എണ്ണം കാണും ഗൈസ് അവിടെ. നമുക്ക് നേരെ അങ്ങോട്ട് പോകണം ഗൈസ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവന്മാർ പണി തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കവർ പിടിച്ചിരിക്കണം ഗൈസ്, ഇല്ലേ പണി കിട്ടും. ഒരുത്തനെ തീർത്തിട്ടുണ്ട്, ഇവനെയും തീർക്കണം. ഇവിടെയുള്ള എല്ലാത്തിനും ഏകദേശം ഇനി ബല്ലാസ് വരും കേസ്, അവന്മാരെയും തീർക്കണം. അത് അടുത്ത പ്രശ്നമാണ്. കവർ പിടിച്ചിരിക്കണം. ഇവന്മാർ എൻ്റെ കാര്യം എന്തിനാണ് പറഞ്ഞത്? റൈഡറിന് പോയതല്ല മലി. ഇവന്മാർ റൈഡറിനെ ഒന്നും ചെയ്യാനില്ല കേട്ടാ. അതെന്താണെന്ന് മനസ്സിലായില്ല. ഓക്കെ, അവന്മാരെല്ലാത്തിനെയും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ട്രെയിൻ പോയി നോക്കാനാണ് റൈഡറെണ്ണം പറഞ്ഞത്. നമുക്കെന്തായാലും ട്രെയിനിൽ അടപ്പം. സി ജെ ചാടിയതിൻ്റെ മണ്ടയ്ക്കായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ റൈഡറെണ്ണം നമ്മുടെ പുറകെ വരാമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ത്രോ ചെയ്ത് കൊടുക്കണം, ഈ ബോക്സസ്. ഓക്കെ, അത് റൈഡറെണ്ണം പിടിച്ചിട്ടുണ്ട്. അതും പിടിച്ച് കേട്ടോ കറക്റ്റായിട്ട്. ഓക്കെ, ഇനി 7 എണ്ണം കൂടെ ബാക്കിയുണ്ട് ഗൈസ്. ഇനി 6 എണ്ണം കൂടെ. നമ്മളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 3 എണ്ണം കൂടെ ഉള്ള ഗൈസ്. ഞാൻ ഈ മിഷൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. ഭയങ്കര പാടായിരുന്നു. അതായത് നമ്മൾ കുറേ കയറിഞ്ഞ് പുറത്ത് കളഞ്ഞു. അതിലതുപോലെ അതുകൊണ്ട് കറക്റ്റാണ്. ഓക്കെ, പുള്ളിക്കാരന് മൊത്തമായിട്ടുണ്ട്. അത്രയും നമുക്ക് വണ്ടിക്കകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 3 സ്റ്റാർ അടിച്ച് ഗൈസ് നമുക്ക്. അത് അടുത്ത പ്രശ്നമാണല്ലോ. പെയിൻ സ്പ്രേയിലേക്ക് പോകാനാണ് പറയണം. നമുക്ക് നേരെ പെയിൻ സ്പ്രേയിലേക്ക് വിടാം. അയ്യോ, ഇവിടെ ബ്ലോക്കാണ്.
പണി പാളിയല്ലേ ഗൈസ്. ഓ അവന്മാർ നമ്മളെ ശരിക്കിട്ട് വീഡിയോ ഒന്ന് കേട്ടാ. വണ്ടി മാറിഞ്ഞാ പോയി. പെയിൻ സ്പ്രേ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ സീനില്ല. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് കയറാം. ഓഫ്, ഇവിടുത്തെ പോലീസുകാർക്ക് പ്രത്യേകം ഉണ്ട് കേസ്. നമ്മളിപ്പോൾ വണ്ടിക്ക് കളർ മാറ്റി കഴിഞ്ഞ് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് നമ്മൾ വണ്ടിക്ക് കളർ മാറ്റണമെങ്കിൽ അവർ നമ്മുടെ കാര്യം മറന്നു പോകും. അങ്ങനത്തെ പോലീസാണ്. എന്ത് ചെയ്യാനാ, ലോസ് ആൻജലോസിൻ്റെ പോലീസൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി മീനാണ്. നമുക്കിനി ഗ്രോവ് സ്ട്രീറ്റിലേക്ക് പോകണം. ഓക്കെ, നമ്മളങ്ങനെ എല്ലാ ഇതും എടുത്തിട്ടുണ്ട്, തോക്കും കാര്യങ്ങളും എല്ലാം. നമുക്കിനി നമ്മുടെ ഗ്യാങ് പഴയ പോലെ സെറ്റായി വരുവാണ്. CJ പോയപ്പോൾ ചെറിയ പണി കിട്ടിയെങ്കിലും CJ വന്നതോടെ ഇവിടെ ഇരിക്കണം ഇവിടെ. CJ വന്നതോടെ നമ്മൾ ഇത്തിരി കൂടെ സെറ്റായി ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ഗ്രോവ് സ്ട്രീറ്റ് എനിക്ക് വേണമെങ്കിൽ ഈ മിഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ മിഷൻ പാസ്സായിട്ടുണ്ട്. കാണുമ്പോൾ വലിയ പാടം തോന്നിയില്ല ഗൈസ്, പക്ഷെ ഇത് ആദ്യമായിട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടഫാണ്. ഇത് നമ്മൾ തുടക്കത്തിൽ കൺഫൈറ്റ് ചെയ്തില്ല, അപ്പം തന്നെ കുറേ ആണെങ്കിൽ ചത്തുപോയിട്ടുണ്ട്. പിന്നെ കവറൊക്കെ പിടിച്ച് മര്യാദയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും റൈഡറിൻ്റെ മിഷൻ തന്നെ ചെയ്യാം. ബാക്കി മിഷൻസൊക്കെ നാളെ കളിക്കാം. അതായത് ഇനി നമുക്ക് സ്വീറ്റിൻ്റെ മിഷൻസ് ഉണ്ട്, OG ലോക്കിൻ്റെ മിഷൻസ് ബാക്കിയുണ്ട്, പിന്നെ ബിഗ് സ്മോക്കിൻ്റെ ഉണ്ട്. റൈഡറിൻ്റെ എന്തായാലും ഇപ്പം തന്നെ തീർത്തേക്കാം. ഞാനിപ്പോൾ സേവ് ചെയ്യട്ടെ ആദ്യം, ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സ് നൈസായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഒരു വൈറ്റ് ടീഷർട്ടാണ് ഇട്ടേക്കണം. പാൻറ്റും ഷൂ ഒന്നും മാറിയില്ല ഗൈസ്. അടുത്ത മിഷനാണ്, ഇനി എന്നാന്ന് പറയും. ആള് ശരിക്കും വലിച്ച് കയറ്റുന്നുണ്ട് കേട്ടാ. പുള്ളി മറ്റേ കഞ്ചാവ് ഇതൊക്കെയാണ്. നമ്മൾ CJ മാന്യനാണ്, അതൊന്നും ചെയ്യത്തില്ല. CJ, tell me why they finished high school. Cause you been dealing drugs, Biz, since the age of 10. No, that ain't it. Cause you had put hands on that teacher for wearing baller colors. No, that ain't it either. It's cause I'm too intelligent for this shit, man. I am the real deal, fool. Oh shit. A genius. Oh yeah. Who has more straps than anybody? Who has all the straps, huh? A man with a lot of guns. Shit, I give up. The army, my nigga. The army. Let's go. Yeah. Go hit Get that out my face. Go hit the win. Oh, come on, man. Buster. ഓക്കെ, അപ്പം പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗണ്ണടിച്ച് മാറ്റേണ്ടത് തന്നെയാണ്. അതായത് നമ്മൾക്ക് ആ ട്രെയിനിൽ നിന്ന് അത്യാവശ്യം കുറച്ചാണ് കിട്ടിയത്. അതായത് ആ വണ്ടിയിൽ കൊള്ളാമെന്ന് അത്ര നമുക്ക് കിട്ടിയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ട്രക്കിലാണ് പോണത്. ഗണ്ണല്ല ഈ ആമോയും കാര്യങ്ങളൊക്കെ. ആമോ പിന്നെ ഗ്യാങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഗൈസ്. ഇപ്പം കുറേ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുക്കാനാണ്. My homie LB, he like a clockwork ninja. Real dependable. Unlike some. നമ്മളിനി ഇവിടെ നേരെ ഓഷ്യൻ ടൗൺസിലേക്ക് പോകും. ബാക്കി പണിയൊക്കെ അവിടെയാണ്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പോണവരാണ് അതിനകത്ത് ഇങ്ങനെ സെക്യൂർഡായിട്ട് വെക്കണത്. അപ്പോൾ ഇവന്മാരെ തട്ടിയിട്ട് വേണം നമുക്ക് ആ സാധനമൊക്കെ എടുക്കാൻ. Are we up for this? It's National Guard, fool. Weekend soldiers. Ain't no match for Grove Street OGs. ഓക്കെ, അവന്മാർ പ്രശ്നമാണെന്നാണ് ഈ പറയണത്. റൈഡറിനെ അറിയാമെന്ന് തോന്നുന്നു ഇവന്മാരെയൊക്കെ. അതായത് അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പുള്ളി നമുക്ക്. ഓക്കെ, ഈ തോക്ക് വെച്ച് ഇവിടെയൊക്കെ കേസ്. CJ ഇരിക്കുമ്പോൾ MG ആണ് കണ്ട. അവൻ്റെ തലയ്ക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേസ്. ഞാൻ അടുത്തവനെ ഓതേ ഒരുത്തൻ അവനെയും തീർത്തിട്ടുണ്ട്. ഇനി ആരാണ്? വാടാ, എന്നിട്ട് കൊള്ളണല്ലോ കേസ്. ഈ ക്രോസ് ഹെയർ നമ്മൾ അവൻ്റെ ദേഹത്ത് തന്നെ വെച്ചിട്ട് കാര്യമില്ല, കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചാലേ കൊള്ളത്തുള്ളൂ. ഓക്കെ, ഇനി വെടി വെക്കാൻ തോന്നും. അതുകൊണ്ട്
അവൻ ഇപ്പോഴാണ് കേസ് ചത്തത്. എൻ്റെ പോലെ ഇയാൾ എങ്ങോട്ടാണ് കയറി പോണത്? എടോ അതിനകത്ത് ഇനിയും ഉണ്ട്. ഓ മറ്റേ പുള്ളി ആ ഗേറ്റിൻ്റെ അവിടുത്തെ ഇതുപോലത്തെ സാധനം അടിച്ച് പൊളിച്ചു. അതാണ് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ ഈ റൈഡർ മിക്കവാറും നമ്മളെ കൊല്ലും കേസ്. ഇവന്മാരുടെ ആയതുകൊണ്ടല്ല, നമ്മൾ മിക്കവാറും റൈഡറിൻ്റെ ആയതുകൊണ്ട് തന്നെയാവും. പുള്ളിക്കാരൻ ഒരുമാതിരി അന്തം കുന്തം ഇല്ലാത്ത പോലെയാണ് മിഷൻ ചെയ്യണത്. ഓക്കെ, നമുക്ക് ഈ വണ്ടി എടുക്കണം. എന്നിട്ട് ഈ കാണുന്ന ബോട്ട്സ് അല്ല, അതൊരു 6 എണ്ണം നമുക്ക് ട്രക്കിലേക്ക് വെക്കണം ഗൈസ്. ഇതിനകത്ത് മറ്റേ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ട്രക്കിനകത്ത് വെക്കണം ഗൈസ്. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എടുക്കണം. അത് എടുത്തിട്ടുണ്ട് ഗൈസിനെ. നമുക്ക് നേരെ വണ്ടിക്കകത്തേക്ക് വെക്കാം. ഇതിനിടെ റൈഡറിനെ കൊല്ലാനായിട്ട് കുറേ ചേട്ടന്മാർ വരും. അവന്മാരെയൊക്കെ നമുക്ക് തീർക്കണം. അതാണ് വേറെ കഷ്ടപ്പാട്. സത്യം പറഞ്ഞ ഈ മെഷീനൊക്കെ ആദ്യമായിട്ട് കളിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ, ഫോണെടുത്ത് എറിയാൻ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 എണ്ണം കൂടെ വേണം. താത്തടോ. ഓക്കെ, ഇനി ഇതെടുക്കാം. ഒരുത്തം വന്നിട്ടുണ്ട്, അവനെ തീർക്കണം നമുക്ക്. ഓക്കെ, റൈഡറിനിട്ട് അവൻ ശരിക്കും പറഞ്ഞാൽ കൊടുത്തു കേട്ടാ. ഓക്കെ, അവനെ തീർത്ത് ഗൈസ്. ഈ റൈഡറിനൊന്നും വെടിവെക്കാൻ അറിയത്തില്ല, നമ്മൾ തന്നെ വേണം. അയ്യോ, ഇവനേതാണ് എൻ്റെ പോലെ ഇപ്പം തീർന്നേനെ. ഓക്കെ, അവനെയും തീർത്തിട്ടുണ്ട്. 2 പേരൊക്കെ അടുപ്പിച്ച് വരുവാണ്. ഓക്കെ, ഇനി ഇതിനകത്തില്ല, നമുക്ക് അപ്പുറത്തെ സൈഡിലുണ്ട്, അതെടുക്കണം. പിന്നെയും വന്നാൽ മതി. ഓക്കെ, അവനെ നമ്മൾ ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ട്. റൈഡർ കുറച്ച് ഡാമേജ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഇരിക്കണ നോക്ക് ഈ പിസ്റ്റൾ പോലെയാണെങ്കിലും അത് കൂടിയ പിസ്റ്റളാണ്. ഈ റൈഡറിൻ്റെ യുമാരുടെ കയ്യിൽ ഇരിക്കണ കുറഞ്ഞതാണ്. നമുക്ക് പിന്നെ മോഡുണ്ടല്ലോ പിന്നെ തന്നെ. ഓക്കെ, റൈഡർ ഇനി വണ്ടിക്കകത്ത് തീർന്നു. നമുക്കിനി അവനെ കൂടെ തീർത്തിട്ട് ഈ ട്രക്ക് എടുത്തുകൊണ്ട് ഒറ്റ വിടലാണ്. അത് നമ്മുടെ എമറ്റിൻ്റെ അടുത്തേക്കാണ് ഗൈസ്. റീലോഡ്. ഓക്കെ, ഇനി ഈ വണ്ടി എടുത്തോണ്ടാണ് അടുത്ത പ്രശ്നം. കണ്ടോ, സാൻ ആൻഡ്രിയാസ് കളിച്ചവരാരും ഈ മെഷീൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ആദ്യത്തെ ഏറ്റവും മെയിൻ മെഷീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സീൻ മെഷീനാണിത് എൻ്റെ പോലെ. ഈ പെട്ടിയൊക്കെ ഞാൻ ഇതിനകത്തെടുത്ത് കയറ്റി വെച്ചില്ല. അതൊക്കെ ഇത്തിരി കഷ്ടപ്പാട് പിടിച്ച പണിയാ ശരിക്കും എൻ്റെ പൊന്നെ. തുടക്കത്തിൽ പെട്ടി എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കും, എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല. പിന്നെ പഠിച്ചെടുത്താണ് എങ്ങനെയൊക്കെയോ. ഒരു 5-8 തവണയെങ്കിലും ഈ മെഷീൻ അടുപ്പിച്ച് കളിച്ചാലേ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ മോനെ പറഞ്ഞല്ലോ അവന്മാർ വന്നില്ല കേട്ടോ. അവൻ ഉണ്ട് പുറകെയുണ്ട്. ഒരു ട്രക്കിനകത്ത് തന്നെ ഉണ്ട് മറ്റേ മിലിറ്ററിയുടെ ഒരു ചെറിയ ജീപ്പ് പോലത്തെ സംഭവം. ഓ അയ്യോ, വണ്ടി മറിയല്ലേ. ഓക്കെ, ഓ അയ്യോ, ഇവന്മാർ പണി ഉണ്ടാക്കും കേസ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിക്ക് പണി ഉണ്ടാക്കും. അവൻ തീർന്നിട്ടുണ്ട്. നമുക്കിനി ഈ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോകണം. മാത്രമല്ല ഈ ഇവന്മാർ പുറകെ വന്നിടിക്കുമ്പോൾ ഈ റൈഡറിന് ചാവും, അതാണ് പ്രശ്നം. അങ്ങനെ ഈ മെഷീൻ തോറ്റിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കറക്റ്റ് ആ സ്ഥലത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈഡർ ചത്തുപോകും. അന്നേരം അതൊരു അവസ്ഥയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫോണെടുത്ത് വലിച്ചെറിയാൻ പോയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ്. ഇതാണ് നമ്മുടെ എമറ്റിൻ്റെ ഏരിയ. ഓർക്കണ്ട, നമ്മൾ തോക്ക് വെടിവെക്കാൻ പഠിക്കാൻ പോകുന്ന സ്ഥലം. എമറ്റാണ് നമ്മുടെ ഈ ഗ്യാങ്ങിൻ്റെ തോക്കും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണ പുള്ളിയുടെ ആ ഒരു ഏരിയയാണിത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ മിഷനും പാസ്സായിട്ടുണ്ട്. ഇനി അടുത്ത മിഷൻസ് നമ്മുടെ ബിഗ് സ്മോക്കിൻ്റെ, OG ലോക്കിൻ്റെയും സ്വീറ്റിൻ്റെയൊക്കെയാണ്. റൈഡറിൻ്റെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി റൈഡറിൻ്റെ മിഷൻസ് ഒന്നുമില്ല. റൈഡർ എണ്ണാനായിട്ടുള്ള മിഷൻസൊക്കെ ഞാൻ ശരിക്കും ചെയ്ത് ഗൈസ്. കാരണം അടിപൊളി മിഷനാണ് റൈഡർ എണ്ണായിട്ടുള്ളത്. കാരണം സ്റ്റീലിങ്, ഈ GTA ഗെയിംസിലൊക്കെ സ്റ്റീലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ റൈഡറിൻ്റെ മിഷൻസ് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം വീഡിയോയുടെ അഭിപ്രായം എന്തായാലും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മൾ
ഇൻട്രോ ഇപ്പോൾ ഇടാറില്ല, മനസ്സിലായില്ലേ? കഴിഞ്ഞ വീഡിയോ അയ്യോ ഇമാര് പ്രശ്നം ഉണ്ടാക്കും ഗൈസ്. ഇവിടെ നൈസായിട്ട് തള്ളണം, ഓടി തള്ളണം. നമുക്ക് ഈ ട്രക്ക് എടുത്തോണ്ട് പോകാം. ഇനി ഇവിടെ നിർത്താൻ നോക്കട്ടെ. അയാളവിടെ നിർത്തി ഗൈസ്. നമുക്ക് ഈ ടാക്സിക്കാരനെ വലിച്ച് പുറത്താട്ട. ഇറങ്ങിപ്പോടാ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന എവിടെയായിരുന്നു? ഇൻട്രോയുടെ കാര്യം. ഇൻട്രോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ഇൻട്രോ ചെറിയൊരു പ്രശ്നം പറ്റി പണി വാളിയിട്ടുണ്ട്. ഇൻട്രോയുടെ ആവശ്യമില്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഡെയിലി സാൻ ആൻഡ്രിയാസിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. പാർട്ടായിട്ട് ഓരോ മിഷൻസ് 2 വീതം വെച്ചാണ് ഗൈസ്. വേറെയും ഗെയിംസ് നമ്മൾ കളിക്കും. ഇന്നലെ തന്നെ നമ്മൾ വേറൊരു ഗെയിം കളിച്ചിട്ടുണ്ടായി. അതിൽ മൈക്കിന് ചെറിയൊരു പ്രോബ്ലം വന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയ്ക്ക് അതിന് വന്നിട്ടുണ്ടെന്നാണ്. മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ ഇതുപോലെ ആവണം. അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം ഗൈസ്. അതാണ് അടുത്ത പ്രശ്നമാണത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.